is required to lift a body from the ground to a height h, and work is measured as the product of force and magnitude of displacement. Name the energy possessed by the body at maximum height. Write an equation for it. രണ്ട് മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നെയിം ദി എനർജി പൊസസ്ഡ് ബൈ ദി ബോഡി അറ്റ് മാക്സിമം ഹൈറ്റ്. ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രൗണ്ടിൽ നിന്ന് ടു ഹൈറ്റ് എച്ചിലേക്ക് ലിഫ്റ്റ് ചെയ്യാണ്, റൈറ്റ്? അപ്പോൾ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാണ്, ഒരു ബോഡിയെ നമ്മൾ ടു ഹൈറ്റ് എച്ചിലേക്ക് ലിഫ്റ്റ് ചെയ്യാണ്. അതിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്, എം ആണെന്ന് വെച്ചു അല്ലെ? മാസ് എം ആണ്, മാസ് എം ആണ്. എച്ച് ഹൈറ്റിലേക്ക് മേളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ മാക്സിമം ഹൈറ്റില് അതിന് എനർജി ഉണ്ട്. ആ എനർജിയുടെ പേരെന്താണ്? എന്താണ് പേര്? പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലെ? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി അത് മാത്രം പോരാ, റൈറ്റ് ആൻഡ് ഇക്വേഷൻ പോയി. അതിന്റെ ഇക്വേഷൻ എഴുതണം അല്ലെ? ഇക്വേഷൻ അറിയാം, എം ജി എച്ച്. പാർട്ട് ആയി കഴിഞ്ഞു, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഹൈറ്റ് കൊണ്ടുണ്ടാകുന്ന എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താണ് ഇക്വേഷൻ? എം ജി എച്ച് ആണ്. സോ ബി പാർട്ട്. A man of mass 60 kg carries a stone of mass 20 kg to the top of a multi-story building of height 50 meter. Calculate the total energy spent by him. Take G equal to 9.8 meter per second square. അപ്പോൾ G എന്ന് പറയുന്നത് 9.8 meter per second എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ G 9.8 എടുക്കണം, എന്നെടുത്താൽ പോലെ. ക്വസ്റ്റ്യൻ എന്താണ്? ഒരാള് 60 kg മാസ് ഉള്ള ഒരാള് 20 kg ഉള്ള ഒരു മാസ് എടുത്തിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മേളിലേക്ക് കൊണ്ടുപോകണം. എത്ര ഹൈറ്റ് മേളിലേക്ക്? 50 മീറ്റർ ഹൈറ്റ് മേളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? അയാൾ എനർജി സ്പെൻഡ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പോ അയാൾ ആ സമയത്ത് സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത്, റൈറ്റ്? അപ്പൊ അയാൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി വേറെ എന്തെങ്കിലും ഫോം ആയിട്ട് മാറും അല്ലെ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഒരാൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി എന്താ ചെയ്യാം? അത് വേറെ എന്തെങ്കിലും ഫോം ആയിട്ട് മാറും അല്ലെ? വർക്കായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോം ഓഫ് എനർജി ആയിട്ട് മാറും. അപ്പോ താഴെ നിന്നൊരാള് അയാളുടെ കയ്യിൽ കുറച്ച് മാസ് ഉണ്ട്. എത്ര മാസ് ഉണ്ട്? ഒരു 20 kg മാസ് ഉണ്ടായിരുന്നു. പിന്നെ അയാളുടെ മാസം അറിയാം. എത്ര അയാളുടെ മാസ്? 60 kg ആണ് മാസ്. അപ്പൊ ഇയാൾ എന്താ ചെയ്യണേ? ഒരു ബിൽഡിങ്ങിന്റെ മേളിലേക്ക് എത്തിക്കണം. എത്ര ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 50 മീറ്റർ ആണ്. 50 മീറ്റർ മേളിലേക്കാണ് എത്തിക്കണം. അപ്പൊ ഇയാൾ എന്താ ചെയ്യണേ? അത് ആ മാസം എടുത്ത് മേളിലേക്ക് എറിയല്ല ചെയ്യണം, നടന്ന് മേളിലേക്ക് എത്തിക്കുക ചെയ്യണം. അപ്പൊ കൂടെ അയാളും പോകുന്നുണ്ട്. മാസ് മാത്രമല്ല മേളിലേക്ക് പോകുന്നത്, അയാൾ ക്യാരി ചെയ്ത് മേളിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ബക്കറ്റ് വെച്ച് മേളിലേക്ക് പൊക്കുകയല്ല ചെയ്യണം അല്ലെ? അയാൾ അത് ക്യാരി ചെയ്തുകൊണ്ട് മേളിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ മേളിലേക്ക് ആരൊക്കെ പോയി? മാസും പോയിട്ടുണ്ട്, ആ മാനും പോയിട്ടുണ്ട് അല്ലെ? മേളില് രണ്ടാളുണ്ട്, മാസും ഉണ്ട്, 20 kg ഉള്ള മാസും ഉണ്ട്, 60 kg ഉള്ള മാനും ഉണ്ട്. നമുക്കറിയാം ഹൈറ്റ് മാറുമ്പോൾ എന്ത് എനർജി മാറുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട്, ശരിയല്ലേ? ഹൈറ്റ് മാറുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഇയാൾ ചെയ്ത വർക്ക് കാണും അല്ലെ? ഇയാൾ ഇവിടെ വരെ എത്തിയപ്പോൾ ഉള്ള വർക്ക് കാണും. അപ്പൊ ആ വർക്ക് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഇവിടെ എന്ത് എനർജിയാണ് മാറിയത്? പൊട്ടൻഷ്യൽ എനർജിയാണ് മാറുന്നത് അല്ലെ? ഹൈറ്റ് ആണ് മാറുന്നത്. അപ്പൊ ഇയാൾ ചെയ്ത വർക്ക് മൊത്തം എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വർക്കാണ് കണ്ടേ, ആ വർക്കിന് പോലെ എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാൽ മതി. കാരണം അയാൾ ചെയ്ത വർക്ക് മൊത്തം എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ക്ലിയർ? അപ്പൊ നമുക്ക് വേണ്ടത് വർക്ക് ഡൺ ആണ്, which is equal to potential energy അല്ലെ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. പക്ഷെ താഴത്തെ പൊട്ടൻഷ്യൽ എനർജി 0, ഗ്രൗണ്ട് ലെവലാണ്, 0 ആണ്. അപ്പൊ മുകളിലുള്ള MGH മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ഈക്വൽ ടു MGH. MGH മൈനസ് 0 ആണ്, which is equal to MGH. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം, കേട്ടോ? ഒരാള് അയാളുടെ മാസ് 60 kg ആണ്, അയാളൊരു 20 kg ക്യാരി ചെയ്യുന്നുണ്ട്. അത് ക്യാരി ചെയ്തുകൊണ്ട് പുള്ളി എന്തിനാണ്? ഒരു ബിൽഡിങ്ങിന്റെ മേളിലേക്ക് പോകണം. എത്ര മീറ്റർ? 50 മീറ്റർ ഹൈറ്റുള്ള മേളിലേക്ക് പോകണം. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് അയാൾ ചെയ്ത വർക്കാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ വർക്ക് ഈസ് എ ഫോം ഓഫ് എനർജി. അപ്പൊ എന്താ ചെയ്യാം? ആ എനർജി എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ഫോം ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടോ അല്ലെ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് അല്ലെ? എന്താ ചെയ്യാൻ പറ്റുക? അതിനൊരു ഫോമിന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇയാൾ ഈ സമയത്ത് ചെയ്ത വർക്ക് വേറെ എന്തെങ്കിലും ഫോം ആയിട്ട് മാറിയിട്ടുണ്ടോ? ഏത് ഫോമിലേക്കാണ് മാറുക? ഇവിടെ എന്ത് എനർജി ഉണ്ടായത്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായത് അല്ലെ? ഹൈറ്റ് ആണ് മാറുന്നത്. അപ്പൊ ഇയാൾ ചെയ്ത വർക്ക് മൊത്തം എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ വർക്ക് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ സമയത്തുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി, ശരിയല്ലേ? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു MGH, റൈറ്റ്? ഇനി മാസ് ആണ് പ്രശ്നം വരും. ഇവിടെ മാന്റെ മാസ് 60 kg, മാസ് ഓഫ് മാൻ എത്രയാണ്? 60 kg. പിന്നെ ആ വെയിറ്റ് എത്രയാ? അത് ക്യാരി ചെയ്യുന്ന മാസ് എത്രയാ? 20 kg ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് മാസ് എടുക്കണം? എടുക്കേണ്ട മാസ് ടോട്ടൽ മാസ് ആണ്. അതായത് 60 പോരാ, 20 പോരാ, 60 + 20 വേണം. മാന്റെ മാസം വേണം, അത് കൂടാണ്ട് അത് ക്യാരി ചെയ്യുന്ന മാസം വേണം. ഇൻറ്റു G എത്രയാ? 9.8
ഇൻറ്റു എത്ര ഹൈറ്റിലേക്ക് കൊണ്ടുപോയി 50 മീറ്റർ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി. എന്തായിരിക്കും റീസൺ? ഈ 50 മീറ്റർ ഹൈറ്റിലേക്ക് പോയത് മാസ് മാത്രമാണോ? അല്ല. മാൻ മാത്രമാണോ? അല്ല. രണ്ടാളും മേലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ രണ്ടാളുടെ എന്ത് മാറുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? MGH കാണുന്ന സമയത്ത് മാസ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് വരെ എടുക്കാനായിട്ട്. നേരെ മറിച്ച് ഇയാൾ ജസ്റ്റ് ആ മാസിന് മേലേക്ക് എരിയാണ് അങ്ങനെ വിചാരിച്ചു. ഇയാൾ ജസ്റ്റ് ആ മാസ് മേലേക്ക് എരിയാണ്, അല്ലെങ്കിൽ മാസ് മാത്രം മേലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു. ആ സമയത്ത് വർക്ക് കാണുന്ന നേരത്ത് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ആ മാസ് എന്ത് മാത്രം എടുത്താൽ മതി? ആ 20 kg മാത്രം എടുത്താൽ മതിയായിരുന്നു. കാരണം അയാൾ അപ്പോഴും താഴെ തന്നെയാണ് അല്ലെ. ഇവിടെ അങ്ങനെയല്ല, അയാൾ വിത്ത് മാസം എന്ത് ചെയ്യണം? മേലിലേക്ക് പോവാണ്. അപ്പൊ രണ്ടിന്റെയും പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട്. സോ വർക്ക് കാണുന്ന നേരത്ത് അല്ലെങ്കിൽ പി കാണുന്ന നേരത്ത് എം എടുക്കുമ്പോൾ ഏത് മാസ് എടുക്കണം? ടോട്ടൽ മാസ് എടുക്കണം. 60 പോരാ, 20 പോരാ, 60% വേണം. ഓക്കെ, എന്താ പറയുക? 80 × 9.8 × 50. ബാക്കി നിങ്ങൾക്ക് ചെയ്യാലോ. ജൂൾ. ഇത്രയും ജൂൾ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനർജി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് എനർജി എന്ന് പറയുന്നത്. ദി എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് മോഷൻ ഈസ് നോൺ as. ഒരു ബോഡിയുടെ മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജി എന്ത് എനർജിയാണ്? അത് കൈനറ്റിക് എനർജിയാണ്. ഒരു ബോഡിയുടെ മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജി എന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജിയാണ്. ഒരു മാർക്ക് അവിടെ കിട്ടി. മോഷൻ കാരണമാണെങ്കിലോ പൊട്ടൻഷ്യൽ എനർജിയാണ്. A body of mass, next question. A body of mass 5 kg initially at rest is subjected to a horizontal force of 20 Newton. ഒരു ബോഡി ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു, മാസ് 5 kg ആണ്. ആ ബോഡിയിൽ എന്ത് ചെയ്തു? 20 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തു. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അക്യൂർഡ് ബൈ ദ ബോഡി അറ്റ് ദി എൻഡ് ഓഫ് 10 സെക്കൻഡ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 10 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ആ ബോഡിയുടെ കൈനറ്റിക് എനർജി കാണണം. ശരിയല്ലേ? ചെയ്യാം നമുക്കപ്പോ. സ്റ്റാർട്ടിങ്ങില് ആ ബോഡി റെസ്റ്റിലായിരുന്നു. എത്ര വെലോസിറ്റി? 0. ആ ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തു. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു? 20 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, എത്ര സെക്കൻഡ് നേരത്തേക്ക്? 10 സെക്കൻഡ് അല്ലേ? അപ്പോൾ 10 സെക്കൻഡ് കഴിയുമ്പോ അതിന്റെ വെലോസിറ്റി മാറിയിട്ടുണ്ടാവും അല്ലെ? വെലോസിറ്റി നമുക്ക് അറിയില്ല, കാണും. അപ്പോ എത്ര ഇനീഷ്യൽ വെലോസിറ്റി? 0. കാരണം സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണ്, ഇനീഷ്യലി ആയിട്ട് റെസ്റ്റ് ആണ്. അപ്പോൾ എത്ര ഇനീഷ്യൽ വെലോസിറ്റി? 0. അതിലേക്ക് ഒരു മാസ് ഒരു ഫോഴ്സ് അങ്ങ് അപ്ലൈ ചെയ്തു. 20 Newton ഫോഴ്സ് അങ്ങ് അപ്ലൈ ചെയ്തു. എത്രയാണെങ്കിൽ ഒരു മാസ് എന്ന് പറയുന്നത്? മാസ് 5 kg ആണ്. ഓക്കെ, ആലോചിച്ച് നോക്കാം. മാസ് നമുക്കറിയാം 5 kg. അപ്ലൈ ചെയ്ത ഫോഴ്സ് നമുക്കറിയാം 20 Newton. ഒരു മാസില് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ആക്സിലേഷൻ ഉണ്ടാവും അല്ലെ? നമുക്കറിയാം F = ma ആണ്. then A = F/m അല്ലെ? F = ma, then A = F/m. എത്ര ഫോഴ്സ്? 20 Newton. എത്ര മാസ്? 5 kg. അപ്പൊ എന്ത് കിട്ടി? 4 m/s². അതായത് ഈ ബോഡി ആക്സിലേറ്റ് ചെയ്യാൻ തുടങ്ങും. എത്രയാണ് ആക്സിലേഷൻ? 4 m/s². ഓക്കെ അല്ലേ? 10 സെക്കൻഡ് കഴിയുമ്പോ വെലോസിറ്റി മാറിണ്ടാവില്ലേ അല്ലെ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെസ്റ്റിലായിരുന്നു, ആക്സിലേഷൻ ഉണ്ട്. അപ്പൊ എന്താ പറ്റിയ? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി കാണാൻ പാടില്ലേ? കാണാമല്ലോ. സോ വെലോസിറ്റി ആഫ്റ്റർ 10 സെക്കൻഡ് കാണാമല്ലോ. എന്താണ് ഇക്വേഷൻ? V = u + 8 അല്ലെ? വെലോസിറ്റി ആഫ്റ്റർ 10 സെക്കൻഡ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? V = u + 8 എഴുതാം. സോ V = u + 8. V = u എന്താ? ഇനീഷ്യൽ വെലോസിറ്റി, ഇനീഷ്യൽ അറ്റ് റെസ്റ്റ്. u = 0 പ്ലസ് ആക്സിലേഷൻ കണ്ടുപിടിച്ചു. A = F/m ആയിരുന്നു. എത്ര ആക്സിലേഷൻ കിട്ടിയത്? 4 m/s. 4 × ടൈം. എത്ര ടൈം വരെ ആക്സിലേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 10 സെക്കൻഡ് വരെ ആക്സിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പോൾ ഇൻറ്റു 10. അപ്പൊ എന്ത് കിട്ടും? വെലോസിറ്റി ആഫ്റ്റർ 10 സെക്കൻഡ് എത്രയാണ്? 40 m/s. ഓക്കെ അല്ലേ? നമുക്ക് 10 സെക്കൻഡ് കഴിയുമ്പോൾ കൈനറ്റിക് എനർജി ആണ് വേണ്ടത്. എങ്ങനെ കൈനറ്റിക് എനർജി കാണാം? ഹാഫ് mv². അപ്പൊ നമുക്ക് എന്തായാലും വെലോസിറ്റി വേണം. അപ്പൊ വെലോസിറ്റി ആഫ്റ്റർ 10 സെക്കൻഡ് വേണം. അതിനുവേണ്ടി V = u + 8 എടുത്തു. u ഇനീഷ്യൽ വെലോസിറ്റി, റെസ്റ്റിലാണ്, 0. A കണ്ടുപിടിച്ചു. A = F/m, 20/5, 4 m/s². 4 × ടൈം. എത്ര ടൈം കഴിയുമ്പോഴാ? 10 സെക്കൻഡ് കഴിയുമ്പോഴാ. അപ്പൊ 4 × 10. അപ്പൊ എന്താ കിട്ടുക? V = 40 m/s എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? വെലോസിറ്റി കിട്ടിയല്ലോ. ദെൻ നമുക്ക് എന്ത് കാണാൻ പറ്റും? കൈനറ്റിക് എനർജി ആഫ്റ്റർ 10 സെക്കൻഡ്. കൈനറ്റിക് എനർജി ആഫ്റ്റർ 10 സെക്കൻഡ്. ഇക്വേഷൻ അറിയാം. K = ½ mv². ½ mv².
അല്ലെ? അപ്പോ ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 5 kg ആണ്. അപ്പൊ ഇൻറ്റു 5 ഇനി എത്രയാണ് വെലോസിറ്റി? 40 സ്ക്വയർ. ബാക്കി ചെയ്യണ്ടല്ലോ, ചെയ്യാലോ. ഓക്കെ അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മാസ് അറിയായിരുന്നു, ഇനീഷ്യൽ റെസ്റ്റിലായിരുന്നു, ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. 10 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി കാണും. എങ്ങനെ കൈനറ്റിക് എനർജി കാണാം? ഹാഫ് mv സ്ക്വയർ. മാസ് അറിയാം, ബി ആണ് അറിയാത്തത്. 10 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി കാണും. ആഫ്റ്റർ ടൈം ടി ബി കാണാൻ ഇക്വേഷൻ നമുക്കറിയാം, ബി = u + m. യു കുഴപ്പമില്ല, ഇനീഷ്യലി റെസ്റ്റ് ആണ്, യു 0 ആണ്. എ നമുക്കറിയില്ല. അപ്പൊ എ കാണാൻ വേണ്ടി എന്തൊക്കെ അറിയാം? ഫോഴ്സ് അറിയാം, മാസ് അറിയാം. A = F/20/5 4. എ കൊണ്ടേ കൊടുത്തു. ടൈം അറിയാം 10 സെക്കൻഡ്, 40 m/s. വെലോസിറ്റി കിട്ടി. കെ കാണാൻ വേണ്ടി ഹാഫ് mv സ്ക്വയർ കൊണ്ടേ കൊടുക്കാം, ആൻസർ കിട്ടിക്കോളും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പാർട്ട്. C part. State whether the following statement is true or false. State it down. The change in kinetic energy of a particle is equal to the work done on it by the net force. ശരിയാണ്. എന്ത് തിയറാണ്? വർക്ക് എനർജി തിയറാണ് അല്ലേ? വർക്ക് ഡൺ ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ? Now next part. Next question. Work is required to lift a body through a height from the ground. ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യേണ്ട ആവശ്യം. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ഓഫ് മാസ് 10 kg ടു എ ഹൈറ്റ് ഓഫ് 10 meter above the ground. അപ്പോ ഇതാണ് ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് 10 meter ഹൈറ്റിലോട്ട് ഒരു ബോഡിയെ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. എന്റെ മാസ് എത്രയാണ്? 10 kg ആണ് എന്റെ മാസ്. 10 kg ആണ് എന്റെ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ട വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ചെയ്യുന്ന വർക്ക് വേറെ എന്തെങ്കിലും ഫോമായിട്ട് കൺവേർട്ട് ആയി, റൈറ്റ്? അപ്പൊ നമ്മൾ ഈ ബോഡിയെ താഴെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് മേളിലേക്ക് എത്തിക്കുമ്പോൾ ആ ബോഡിയുടെ എനർജി മാറിയിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താ ചെയ്യാം? അത് വേറെ എന്തെങ്കിലും ഫോമായിട്ട് മാറും. ആ നമ്മൾ ചെയ്ത വർക്ക് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ? അവിടെ ഹൈറ്റ് ആണ് മാറുന്നത്. ഹൈറ്റ് മാറുമ്പോൾ അല്ലെങ്കിൽ പൊസിഷൻ മാറുമ്പോൾ എന്താണ് മാറുന്നത്? പൊട്ടൻഷ്യൽ ആണ് മാറുന്നത്. സോ നമ്മൾ ചെയ്യുന്ന വർക്ക് അവിടെ ആക്ച്വലി എന്തായിട്ട് സ്റ്റോർ ആയി? പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യും. സോ വർക്ക് ഡൺ ആണ് കാണേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദാറ്റ് ബോഡി. ക്ലിയർ? എങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറ്റും? mgh. ഓക്കെ, എം എത്രയാ? മാസ് 10, ജി 10 എടുക്കാം. എത്രയാ ഹൈറ്റ്? 10. എന്ത് കിട്ടി? 1000 ജൂൾ. അപ്പൊ 1000 ജൂളാണ് ഈ ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. ഈ ബോഡി ഇവിടെ ആയിരുന്നപ്പോ എത്രയാ പൊട്ടൻഷ്യൽ എനർജി? 0. അതായത് ബോഡി താഴെ നിന്ന് മേളിലേക്ക് വന്നപ്പോ എനർജി മാറി, 0 to 1000 ജൂൾ ആയിട്ട് മാറി അല്ലെ? ഇവിടെ എത്ര പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? 1000 ജൂളാണ്. ഇവിടെ എത്ര പൊട്ടൻഷ്യൽ? 0 ആണ്. അപ്പോ ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ മാറിയിട്ടുണ്ട്, 0 ന്ന് 1000 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കാണ് എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്നത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താ വരിക? 1000 ജൂൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് മാറി ഒരു 5 meter ഹൈറ്റിലായിരുന്നു ബോഡി. ഇനീഷ്യലി ആ ബോഡി എന്തായിരുന്നു? 5 meter ഹൈറ്റിലായിരുന്നു. ഇനീഷ്യലി ആ ബോഡി എന്ന് പറയുന്നത് 5 meter ഹൈറ്റിലായിരുന്നു. ഈ 5 meter ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ, പൊസിഷൻ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കാൻ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി എത്ര വർക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഓൾറെഡി എയിലായിരുന്നല്ലോ. അപ്പൊ എയിലായിരുന്നപ്പോ ഓൾറെഡി അതിന് കുറച്ച് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കാരണം ഇത്ര ഹൈറ്റിലാണ് ഗ്രൗണ്ട് ചെയ്ത് 5 meter ഹൈറ്റിലാണ്. അപ്പൊ ഏത് ബിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള വർക്കാണ് പറഞ്ഞു ചെയ്താൽ മതി? ബിയിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് എയിലെ പൊട്ടൻഷ്യൽ ചെയ്താൽ മതി. അത്രയും വർക്ക് മാത്രം ചെയ്താൽ മതി, കാരണം ഓൾറെഡി എയിലാണ്. ഓക്കെ, ഗ്രൗണ്ടിൽ നിന്ന് പൊക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പൊ ടോട്ടൽ എന്താണോ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കൊടുക്കണം, വർക്കായിട്ട് കൊടുക്കണം. പക്ഷെ ഇത് ഓൾറെഡി എയിലാണ്. ഏത് ബിയിലേക്ക് പോകുന്ന സമയത്ത് എ ഓൾറെഡി കുറച്ച് ഹൈറ്റിലാണ്, അതിന് ഓൾറെഡി കുറച്ച് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ബിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബാക്കിയുള്ള മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ശരിയല്ലേ? പറഞ്ഞു മനസ്സിലായോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എയിലാണ് ഓൾറെഡി എന്നുണ്ടെങ്കിൽ എ ടു ബി മാത്രം നോക്കിയാൽ മതി. അപ്പോ ബിയിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് എയിലെ പൊട്ടൻഷ്യൽ എനർജി, അതായിരിക്കും വർക്ക് ഡൺ എന്ന് പറയുന്നത്. എന്ന് ബിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള വർക്ക് ഡൺ ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ? ബിയിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് എയിലെ പൊട്ടൻഷ്യൽ എനർജി. നേരെ മറിച്ച് സിന്ന് ബിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അതും സെയിം തന്നെ ചെയ്യണ്ടേ? സിന്ന് ബിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വർക്ക് കാണാൻ പറഞ്ഞാൽ ചെയ്യണ്ടേ? ബിയിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് സിയിലെ പൊട്ടൻഷ്യൽ എനർജി ആണ്. അത് അങ്ങനെ തന്നെയാണ് ഇക്വേഷൻ. പക്ഷേ സിയിൽ എത്രയാ പൊട്ടൻഷ്യൽ എനർജി? 0.
അതാ ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ എയിലെ പൊട്ടൻഷ്യൽ 0 ആയിരുന്നോ? അല്ല. അപ്പോ ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള വർക്ക് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? രണ്ട് പൊസിഷനിൽ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെയ്താൽ മതി. അതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. പക്ഷേ സിയിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് പൊക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. നമുക്ക് മുകളിലത്തെ പൊട്ടൻഷ്യൽ എനർജി മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഗ്രൗണ്ടിൽ അല്ലാന്നുണ്ടെങ്കിൽ ഏത് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബിയിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് എയിലെ പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്, ബി പാർട്ട് അല്ലെ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ പറയാൻ ചെയ്യേണ്ടത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ആണ് സ്റ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ. ദി ടോട്ടൽ mechanical energy of a body is conserved if the forces acting on it are conserved. ഇതാണ് law of conservation of energy എന്ന് പറയുന്നത്. The total mechanical energy of a body is conserved if the forces acting on it are conservative. ഒരു ബോഡിയിൽ ആക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണെങ്കിൽ ആ ബോഡിയിലെ മെക്കാനിക്കൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അതാണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു ചെയ്യുന്നത്. പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാം. ഒന്നും കൂടെ, അതിന് ഈ ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കണം? കൺസർവേറ്റീവ് ആയിരിക്കണം. ഒരു ബോഡിയിൽ ആക്കുന്ന ഫോഴ്സ് എല്ലാം കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. ഇതെങ്ങനെ ചോദിക്കാം? സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതിന്റെ പ്രൂഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കണം. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാകും. അപ്പൊ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കാം, പ്രൂഫ് പഠിക്കാം. പ്രൂഫ് ചെയ്യാം, കുറച്ച് ലെങ്തി ആണ്. നോക്കാം. ഫ്രീലി ഫോളിംഗ് ബോഡിയാണ് അല്ലേ? അപ്പൊ ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ നമുക്ക് ഇത് ഗ്രൗണ്ട് നൽകാം. ഇനീഷ്യലി ആ ബോഡി മുകളിലേക്കാണ്. ഇനീഷ്യലി ആ ബോഡി ഓക്കെ എ റൈറ്റ്, അത് താഴത്തേക്ക് വീഴാണ് റൈറ്റ്. അപ്പോൾ അതിന്റെ ഇടയ്ക്കുള്ളൊരു ലൊക്കേഷനാണ് ബി എന്ന് പറയുന്നത്, താഴെത്തുള്ള പൊസിഷനാണ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്, ബോഡി താഴത്തേക്കാണ് വീഴുന്നത്. ഇനീഷ്യലി എയിലായിരുന്നു, അത് താഴത്തേക്ക് വീഴാണ് ബി സി. അപ്പോൾ ഏറ്റവും ഗ്രൗണ്ടിലുള്ള ലൊക്കേഷൻ സി, ഇൻ ബിറ്റ്വീൻ എവിടെയുള്ള ഒരു ലൊക്കേഷനാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഈ ടോട്ടൽ ഹൈറ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നതാണ് എച്ച്. എച്ച് നൽകാം. ആ ടോട്ടൽ ഹൈറ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. എക്കും ബിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. എക്കും ബിക്കും ഇടയ്ക്കുള്ള ഹൈറ്റ് ആണ് എക്സ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. എന്ന് ബിയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? മാസി എം ആണ്. ഇത്രയും പോയിന്റ് ഓക്കെ. ഒരു ബോഡി ഫ്രീ ഫോൾ ആണ്, ഡ്രോപ്പ് ചെയ്യാണ് അതിന്റെ ഹൈറ്റ് എച്ചിന്ന്, എന്ന് ഡ്രോപ്പ് ചെയ്യാണ്, താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു ലൊക്കേഷനാണ് ബി, ഏറ്റവും താഴത്തുള്ള ലൊക്കേഷനാണ് സി. ക്ലിയർ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാണ്? എക്സ് ആണ്. എത്ര ടോട്ടൽ ഹൈറ്റ്? എത്ര ഹൈറ്റിനാണ് ഡ്രോപ്പ് ചെയ്യണേ? എച്ച് ഹൈറ്റിനാണ് ഡ്രോപ്പ് ചെയ്യണം. ക്ലിയർ? നമുക്ക് നോക്കാം. ഓരോ പോയിന്റ് ചെയ്യും, ഓരോ പോയിന്റിലെയും ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം, പോയിന്റ് എ എടുക്കാം. നമുക്ക് എയിലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കാണും. നമുക്കറിയാം ഒരു ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് മെക്കാനിക്കൽ എനർജിയാണ്. എയില് എത്രയാണ് വെലോസിറ്റി? എയിൽ ഡ്രോപ്പ് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ? ഡ്രോപ്പ് ചെയ്യുന്ന മൊമെന്റ് എത്ര വെലോസിറ്റി എന്ന് പറയുന്നത്? 0 ആണ്. അതുകൊണ്ട് എയിലെ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആണ്. ഇനി എയിലെ പൊട്ടൻഷ്യൽ എനർജി കാണും.
ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് എ നിൽക്കുന്നത്? ആ എം എയിൽ നിൽക്കുന്നത് എച്ച് ഹൈറ്റിലാണ്. അപ്പൊ ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലെ? ഇക്വേഷൻ അറിയാം, എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം മാസ് എം ആണ് എടുത്തേക്കണേ, ജി ആണ് ആക്സിലേഷൻ, പിന്നെ എച്ച് എത്രയാ? ഹൈറ്റ് എത്രയാ? എച്ച് തന്നെയാണ്. അപ്പൊ എം ജി എച്ച് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമുക്ക് എയിലെ കൈനറ്റിക് എനർജി കിട്ടി 0 ആണ്. കാരണം എന്താ? എയിൽ ഡ്രോപ്പ് ചെയ്യുന്നേ ഉള്ളൂ, വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ഇല്ലെങ്കിൽ എന്തില്ല? കൈനറ്റിക് എനർജി ഇല്ല. എത്ര പൊട്ടൻഷ്യൽ എനർജി? ഹൈറ്റ് എച്ച് ആണ്, മാസ് എം ആണ്. അപ്പൊ എത്ര പൊട്ടൻഷ്യൽ എനർജി? എം ജി എച്ച് ആണ്. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും? ടോട്ടൽ എനർജി കാണാൻ പറ്റും. കെ ഇ പ്ലസ് എന്താ കിട്ടുക? നമുക്ക് 0 പ്ലസ് എം ജി എച്ച് കിട്ടും. എന്താ കിട്ടുക? എം ജി എച്ച്. അപ്പൊ നമുക്ക് എയിലെ ടോട്ടൽ എനർജി കിട്ടും. ഓക്കെ അല്ലേ? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ബി കാണണം, സി കാണണം. അപ്പൊ അടുത്ത് നമുക്ക് ബി എടുക്കാം. ബിയില് ഈ എയിൽ വെച്ച് പോയി ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഇല്ല എങ്കിൽ പോലും താഴത്തേക്ക് വരുന്നവരും ആക്സിലേഷൻ ഉണ്ടല്ലോ. അപ്പൊ എന്താ പറ്റുക? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ബിയിൽ വെലോസിറ്റി ഉണ്ട്. അതുപോലെ ബി നിൽക്കുന്ന ഹൈറ്റ് എത്രയാണ് നോക്കി? ഗ്രൗണ്ടിൽ നിന്ന് ഇത് എച്ച് ആണ്. ഇത് എക്സ് ആണെങ്കിൽ എത്ര ഹൈറ്റിലാണ് ബി? ബി എന്ന് പറയുന്നത് എച്ച് മൈനസ് എക്സ് ഹൈറ്റിലാണ്. ശരിയാണോ? ടോട്ടൽ ഹൈറ്റ് എച്ച്, ഇത് എക്സ്. അപ്പൊ നമുക്ക് ഇത് മാത്രം മതി. ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണ് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടത് അല്ലെ? ഗ്രൗണ്ട് ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടത്. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടത്. അത് എത്രയാ? ഇത് എച്ച്, ഇത് എക്സ്, ബാക്കി എത്രയാ? എച്ച് മൈനസ് എക്സ്, റൈറ്റ്? അപ്പൊ ബിയിൽ വെലോസിറ്റി ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് എനർജി ഉണ്ടാവും. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഇല്ല എങ്കിൽ പോലും താഴത്തേക്ക് വരുന്ന ഒരു വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബിയിൽ എന്തായാലും വെലോസിറ്റി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. പിന്നെ ബി നിൽക്കുന്നത് ഗ്രൗണ്ടിലല്ല, മറ്റേ ഹൈറ്റ് ആണ്. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ബിയിലെ വെലോസിറ്റി കാണാം. നമുക്കറിയാം ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. 1 ടൈം മോഷൻ പഠിച്ചു. സോ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റിയാണ് വേണ്ടത്. ഇവിടുത്തെ വെലോസിറ്റിയാണ് വേണ്ടത്. സോ ബി സ്ക്വയർ വേണം. എത്ര? യു ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ? അത് 0 എന്ന് അറിയാം. എയിലുള്ള വെലോസിറ്റി എത്ര? 0 ആണ്. പ്ലസ് 2 ഇൻറ്റു ആക്സിലേഷൻ ജി ആണ്. എത്ര ഡിസ്പ്ലേസ് ഉണ്ട്? എക്സ് താഴത്തേക്ക് വന്നിട്ടുണ്ട് അല്ലെ? അല്ലെ? എക്സ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എത്ര ഡിസ്പ്ലേസ് ഉണ്ട്? എക്സ് ആണ്. ഓക്കെ, ഞാൻ താഴത്തേക്കാണ് പോസിറ്റീവ് എടുത്തേക്കണേ. അതാണ് ഇവിടെ മൈനസ് വരാത്തത്. ഓക്കെ, താഴത്തേക്കാണ് ഡ്രോപ്പ് ചെയ്യണേ. അപ്പൊ താഴത്തേക്ക് ഇനീഷ്യൽ വെലോസിറ്റി, താഴത്തേക്കാണ് ആക്സിലേഷൻ, രണ്ടും പോസിറ്റീവ് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് 2gx എന്ന് കിട്ടി. ഓക്കെ അല്ലേ? കുഴപ്പമുണ്ടോ? എനിക്ക് ബിയിലെ വെലോസിറ്റി വേണമല്ലോ, കാരണം ബിയിലെ വെലോസിറ്റി ഉണ്ട്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അപ്ലൈ ചെയ്തു. യു ഇനീഷ്യൽ വെലോസിറ്റി, എത്ര വെലോസിറ്റി? 0. 2 ഇൻറ്റു ഫ്രീ ഫോൾ ആണ്. എത്ര ആക്സിലേഷൻ? ജി. എത്ര ഡിസ്പ്ലേസ് ഉണ്ട്? എ നിന്ന് ബി വരെ എത്ര മൂവ് ചെയ്തു? എക്സ് ആ മൂവ് ചെയ്തേക്കണം. അപ്പൊ എക്സ് ആ ഡിസ്പ്ലേസ് ഉണ്ട്. അപ്പൊ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gx എന്ന് കിട്ടും. ഓക്കെ, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gx. ബി സ്ക്വയർ കിട്ടിയ കൈനറ്റിക് എനർജി കിട്ടും അല്ലെ? അപ്പൊ എന്താ കൈനറ്റിക് എനർജി വരിക? ഹാഫ് എം ബി സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ബി സ്ക്വയർ 2gx. 2 കട്ടായി എന്താ കിട്ടുക? നമുക്ക് കൈനറ്റിക് എനർജി mgx എന്ന് കിട്ടും. കിട്ടിയല്ലോ. അടുത്ത പൊട്ടൻഷ്യൽ എനർജി വേണം. എന്താ ഇക്വേഷൻ? എം ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ്. എം ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ നോക്കാം, ഇവിടെ ഹൈറ്റ് നോക്കി, എം ഇൻറ്റു ജി ഇൻറ്റു ഇക്വേഷൻ ആണ്, ഡെഫിനിഷൻ ആണ് എം ജി എസ് എന്ന് പറയുന്നത്. ഇവിടെ കിട്ടിയ ഇക്വേഷൻ അല്ല. എങ്ങനെ പൊട്ടൻഷ്യൽ ആണ്? മാസ് ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ്, അതാണ് എഴുതിയേക്കണേ. അല്ലാണ്ട് ഈ എച്ച് ആയിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ മാസ് ഇൻറ്റു ജി ഇൻറ്റു, നമുക്കറിയാം മാസ് എം തന്നെയാണ്, ജി തന്നെയാണ്, ഹൈറ്റ് വേണം അല്ലെ? എത്ര ഹൈറ്റിലാണ് ബി എന്ന് പറയുന്നത്? എച്ച് മൈനസ് എക്സിലാണ് അല്ലെ? അപ്പൊ എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ബിയിലെ കൈനറ്റിക് എനർജി കിട്ടി, എം ജി എക്സ് ആണ്. ബിയിലെ പൊട്ടൻഷ്യൽ എനർജി കിട്ടി, എന്താണ്? അത് എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് ആണ്. എന്ത് കാണണം? നമുക്ക് ടോട്ടൽ എനർജി കാണണം. എന്താ ചെയ്യണ്ടേ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്യണം. രണ്ടും ഇവിടെ ആഡ് ചെയ്യണം. അപ്പോ കൈനറ്റിക് എനർജി നമുക്കറിയാം എം ജി എക്സ്, പൊട്ടൻഷ്യൽ അറിയാം എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്. ഞാൻ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാണ്. എം ജി എച്ച് മൈനസ് എം ജി എക്സ് അല്ലെ? മൈനസ് എം ജി എക്സ് കട്ടായി. ബാക്കി എന്താ കിട്ടുക? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ബിയിലെ ടോട്ടൽ എനർജി കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? ഇതുപോലെ ആരും കൂടെ കാണണം? നമുക്ക് സി കൂടെ കാണണം. സി കൂടെ കാണണം അല്ലെ? സി, പോയിന്റ് സി എന്ന് പറയും. ഓക്കെ, അഗൈൻ സിയില് വെലോസിറ്റി ആദ്യം കാണണം.
വെലോസിറ്റി ഉണ്ടാവുമല്ലോ അല്ലെ. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കൂടി 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 സീലെത്തിയപ്പോൾ വെലോസിറ്റി മാക്സിമം ആയിട്ടുണ്ടാവും. സോ വെലോസിറ്റി കാണണം, സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. u ഇല്ല, ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഇല്ല, 0 പ്ലസ് 2 ഇൻറ്റു ag ആണ്. എത്ര ഡിസ്പ്ലേസ് ഉണ്ട്? ഇനീഷ്യലി ഏതായിരുന്നു, സി വരെ എത്തി. എത്ര ഡിസ്പ്ലേസ് ഉണ്ട്? h ആ ഡിസ്പ്ലേസ് ഉണ്ട്. അപ്പൊ 2g ഇൻറ്റു h വരും. അപ്പൊ എന്ത് കിട്ടി? v സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കാണാൻ പറ്റും? കൈനറ്റിക് എനർജി കാണാൻ പറ്റും. എന്താ ഇക്വേഷൻ? ഹാഫ് എം വി സ്ക്വയർ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എത്രയാ? 2gh. 2 കട്ടാവും, എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് കിട്ടും. ഇനി പൊട്ടൻഷ്യൽ എനർജി കാണണം. ഇക്വേഷൻ നമുക്കറിയാം, എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ് ബൈ ഡെഫിനിഷൻ അല്ലെ. ബൈ ഡെഫിനിഷൻ പൊട്ടൻഷ്യൽ എന്താ? എം ജി എച്ച് ആണ്. പക്ഷെ ഇവിടെ എന്താ പൊട്ടൻഷ്യൽ വരിക? 0. എം ഇൻറ്റു ജി ഇൻറ്റു എത്ര ഹൈറ്റ് നോക്കി, സിയിലാണ് ബോഡി എങ്കിൽ എത്ര ഹൈറ്റ്? 0. ഗ്രൗണ്ടിൽ തന്നെയല്ലേ. അപ്പൊ എം ഇൻറ്റു ജി ഇൻറ്റു എന്ത് വരും? 0 എന്ന് കിട്ടും. എന്താ കിട്ടുക? 0. ഇനി ടോട്ടൽ എനർജി കാണണം. എന്താ ചെയ്യേണ്ടത്? കെ ഇ പ്ലസ് പി. എത്ര കെ ഇ? എം ജി എച്ച്. എത്ര പി? 0. എന്ത് കിട്ടി? ടോട്ടൽ എനർജി എന്താ കിട്ടി? എം ജി എച്ച് കിട്ടി. ഓക്കെ, നോക്കി എല്ലാവരും. ബോഡി ഏലായിരുന്നപ്പോ, ഹയസ്റ്റ് പോലായിരുന്നപ്പോ എത്ര ടോട്ടൽ എനർജി കിട്ടിയത്? എം ജി എച്ച്. ഒരു ഇന്റർമീഡിയറ്റ് പൊസിഷൻ ആയിരുന്ന സമയത്ത്, ഒരു ഇടക്കുള്ള പൊസിഷൻ ആണെങ്കിൽ എത്ര ടോട്ടൽ എനർജി കിട്ടിയത്? എം ജി എച്ച്. ലോവസ്റ്റ് പൊസിഷനകത്ത് എത്ര ടോട്ടൽ എനർജി കിട്ടിയത്? എം ജി എച്ച്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് ടോട്ടൽ എനർജി അറ്റ് എ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ബി ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് സി എന്ന് പറയാം. ദാറ്റ് ഈസ് എനർജി ഈസ് കൺസേർവ് അല്ലെ. ഏത് പോയിന്റിൽ നോക്കിയാലും എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി ആണ്. കൈനറ്റിക് എനർജി മാത്രമല്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല, നമ്മൾ ഏത് പോയിന്റ് നോക്കിയാലും ഏത് പൊസിഷനിലെയും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എയിലെ ടോട്ടൽ എനർജി 1000 ആണെങ്കിൽ ബിയിലെയും ടോട്ടൽ എത്രയായിരിക്കും? 1000 ആയിരിക്കും. സിയിൽ എത്രയായിരിക്കും? ടോട്ടൽ 1000 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഈ പറഞ്ഞ കൺസർവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, പ്രൂഫ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെയ്ത് വേണം പഠിക്കാൻ. സ്റ്റെപ്പ് ഇടയ്ക്ക് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്ത് തന്നെ പഠിക്കാം. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് റിപ്പീറ്റർ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ചോദിക്കാറ്. റിപ്പീറ്റർ ആണ്. സ്പ്രിങ്ങിന്റെ കേസിലുണ്ട്, പക്ഷെ സ്പ്രിംഗ് ഫോക്കസ് ചെയ്തിരിക്കാത്തില്ല. അതുകൊണ്ട് ഇതാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നേരത്തെ പറയുന്ന കാര്യമുണ്ട് അല്ലേ, ടോട്ടൽ എനർജി മെക്കാനിക്കൽ എനർജി ഓഫ് എ ബോഡി ഈസ് കൺസേർവ്ഡ് ഇഫ് ദി ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ ഇത് കൺസേർവ്ഡ് ആയിരിക്കുള്ളൂ. ഈ ബോഡി ഇങ്ങനെ വീഴുന്ന സമയത്ത് എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യണേ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഈ ഗ്രാവിറ്റേഷൻ എന്ത് ഫോഴ്സ് ആണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എന്താണ് കൺസർവേറ്റീവ് പുറത്തേക്ക് പറയാം, വേറെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ, ഫ്രീ ഫോളിന്റെ കേസിൽ ആകെ ഒരു ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. എന്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കേസിൽ മാത്രമേ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കുള്ളൂ, കൺസർവ് ആയിരിക്കുള്ളൂ. ഇവിടെ ആക്ട് ചെയ്യുന്ന എന്ത് ഫോഴ്സാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സോ എപ്പോഴും ഏത് പൊസിഷൻ നോക്കിയാലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ നോക്കി, ഈ 3 പോയിന്റിലും കൈനറ്റിക് എനർജി സെയിം ആയിരുന്നോ? അല്ല. ഇവിടെ 0, ഇവിടെ കൂടി, ഇവിടെ മാക്സിമം. പൊട്ടൻഷ്യൽ എനർജിയോ? സെയിം അല്ല. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, ഇവിടെ കുറഞ്ഞു, ഇവിടെ 0. അപ്പോ ഓരോ പൊസിഷനെയും കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ടോട്ടൽ എനർജി നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പറയുന്ന കൺസർവേഷനകത്ത് കൈനറ്റിക് എനർജി എന്നല്ല പറയുന്നത്, പൊട്ടൻഷ്യൽ എന്നല്ല പറയുന്നത്, ടോട്ടൽ എനർജി എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത സി പാർട്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡ്രോ ദി വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ദ ഹൈറ്റ് ഓഫ് ദി ബോഡി. നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് വരയ്ക്കണം. വേരിയേഷൻ ഓഫ് കെ ഇ ആൻഡ് പി ആണ് വരയ്ക്കണ്ടേ, വിത്ത് ഹൈറ്റ്. ഓക്കെ, വരയ്ക്കാം. അപ്പോ ഇത് ഹൈറ്റ്, ഇത് എനർജി. ഓക്കെ, എനർജി, കൈനറ്റിക് എനർജി ആവാം, പൊട്ടൻഷ്യൽ എനർജി ആവാം, ടോട്ടൽ എനർജി ആവാം. ഹൈറ്റ് കൂടുന്നോറും ഏത് എനർജി കൂടും? പൊട്ടൻഷ്യൽ എനർജി കൂടും അല്ലെ. മേളിലോട്ട് പോകുന്നോറും എന്താ കൂടുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആണ് കൂടുന്നത്, mgh അല്ലെ. h 0 ആണെങ്കിൽ p 0. h കൂടുന്നോറും പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടിരിക്കും. സോ ഇൻക്രീസിംഗ് ഗ്രാഫ് ഇതാരായിരിക്കും? ഇത് p ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഹൈറ്റ് കൂടുന്നോറും പോട്ടെ, ഫ്രീ ഫോണിന്റെ കേസ് എടുക്കും. ഫ്രീ ഫോണിന്റെ കേസിൽ ഹൈറ്റ് കുറയുന്നോറും എന്താ ചെയ്യണേ? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താഴത്തേക്ക് വരുന്നതോറും എന്താ ചെയ്യുന്നത്? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. വെലോസിറ്റി കൂടുകയാണെങ്കിൽ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും.
അപ്പോ താഴത്തേക്ക് വരുന്നതോറും കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഹൈറ്റ് കുറയുന്നതോറും എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്? കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹൈറ്റ് കുറയുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അപ്പോ ഹൈറ്റ് കുറയുന്നതോറും എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. ഹൈറ്റ് കുറയുന്നതോറും കൈനറ്റിക് എനർജി കൂടും. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പറയാം, ഹൈറ്റ് കൂടുന്തോറും എന്ത് കുറയും? കൈനറ്റിക് എനർജി കുറയും അല്ലെ. ഡ്രോപ്പിന്റെ കേസ് ആലോചിക്കാം, അതാ ഈസി. ഡ്രോപ്പ് ചെയ്യുന്നതോറും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും അല്ലെ. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് വരുന്ന എന്താ ചെയ്യാം? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും, കാരണം വെലോസിറ്റി കൂടെ ആവും. അങ്ങനെയാണെങ്കിൽ തിരിച്ചാലോചിച്ച് ഹൈറ്റ് കൂടുന്നതോറും എന്താ ചെയ്യാം? വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, റൈറ്റ്. എങ്ങനെ വരയ്ക്കാം കൈനറ്റിക് എനർജി? ഹൈറ്റ് കൂടുന്നതോറും കൈനറ്റിക് എനർജി കുറയും. ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ആര്? കൈനറ്റിക് എനർജി. ഇനി ഏത് ഹൈറ്റ് ആയാലും കുഴപ്പമില്ല, ആര് കോൺസ്റ്റന്റ് ആണ്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, യാതൊരു ചേഞ്ചും ഇല്ല. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയാലും ശരി, ഇടയ്ക്കുള്ള പൊസിഷൻ ആയാലും ശരി, ലോവസ്റ്റ് പോയിന്റ് ആയാലും ശരി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടെ എന്താ വരിക? സ്റ്റൈലിലേക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇതായിരിക്കും ആര്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രാഫ് എന്ത് കിട്ടി? ഗ്രാഫ് നമുക്ക് ക്ലിയർ. ഇങ്ങോട്ട് വരയ്ക്കാം. കറക്റ്റ് ഷേപ്പ് ഇടാൻ വേണ്ടി വരയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഹൈറ്റ്, ഇത് എനർജി. എനർജി കൂടുന്തോറും, ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇത് പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റ് കൂടുന്തോറും കൈനറ്റിക് എനർജി കുറയും. ഇത് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജിക്ക് യാതൊരു വ്യത്യാസമില്ല, സ്റ്റൈലിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പൊ ഇതാണ് ടോട്ടൽ എനർജി. ഗ്രാഫ് വരയ്ക്കാനുള്ള കുഴപ്പമൊന്നുമില്ല. ഇമ്പോർട്ടന്റ് ആണ്, ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. വരയ്ക്കാൻ പഠിക്കും, ആ ഡെറിവേഷൻ ചെയ്ത് പഠിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A ball moves along a circle under the influence of centripetal force. What is the work done by the centripetal force on the ball? ഒരു ബോൾ കറങ്ങുന്ന സമയത്ത് ഏതൊരു ബോഡിയും കറങ്ങാൻ വേണ്ടി എന്ത് ഫോഴ്സ് വേണം? ഒരു സർക്കുലർ മോഷന്റെ കേസിൽ എന്ത് ഫോഴ്സ് മസ്റ്റ് ആണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് മസ്റ്റ് ആണ്. സർക്കുലർ മോഷനിൽ ടുവേർഡ്സ് സെന്റർ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതില്ലെങ്കിൽ സർക്കുലർ മോഷൻ ഇല്ല. അപ്പോ ആ മോഷന്റെ കേസിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ കേസിൽ ബോൾ എന്നാണ് പറയുന്നത്. ബോൾ കിടന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇതാണ് സെന്റർ, ഇതാണ് മാസ്. ആ ബോൾ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യണം. ആന്റി ക്ലോക്ക്വൈസ് കറങ്ങുന്നത്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ഇൻവേർസ് ടുവേർഡ്സ് സെന്റർ. ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് വേണ്ടത് അല്ലെ. പക്ഷെ എന്താ പ്രശ്നം? അറ്റ് എ മൊമെന്റ് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യലായിരിക്കും. നമ്മൾ ഏത് മൊമെന്റ് എടുത്താലും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ? ടാൻജൻഷ്യലാണ് അല്ലെ. നമ്മൾ ഏത് മൊമെന്റ് എടുത്താലും ആ മൊമെന്റിലെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? വെക്ടർ എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യലാണ്. അപ്പൊ ഇതൊക്കെയാണ് ഫോഴ്സ്, റേഡിയലി ഇൻവേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഏത് മൊമെന്റ് നോക്കിയാലും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഫോഴ്സ് വെക്ടറും നമ്മുടെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി ആയിരിക്കും. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ? പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് എത്രയാണ്? എഫ് ഡോട്ട് എസ് എഫ് എസ് കോസ് 90 എന്ത് കിട്ടും? വർക്ക് ഈസ് ഈക്വൽ ടു 0. സോ വർക്ക് ഡൺ ബൈ ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് അവിടെ സർക്കുലർ മോഷൻ എത്രയാണ്? 0 ആയിരിക്കും. സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാ? 0. അവിടെ ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ എന്താ പറ്റുക? ആംഗിൾ 90 ആണ്. അപ്പൊ വർക്ക് എത്രയാ? വർക്ക് 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്. An arrow shot from a bow has kinetic energy. How does it get this kinetic energy? നമുക്കറിയാം, ഒരു ആരോ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. വലിച്ചുവിടുന്ന സമയത്ത് ആരോ മൂവ് ചെയ്യും. അപ്പൊ മോഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ ഈ മോഷന് വേണ്ട, അല്ലെങ്കിൽ ആ മോഷന്റെ സമയത്ത് കൈനറ്റിക് എനർജി അത് എവിടുന്നാ കിട്ടി? എവിടുന്നാ കിട്ടി? നമ്മള് ആ ഈ സ്ട്രിങ്ങിനകത്ത് ജസ്റ്റ് വലിച്ചുവിട്ടാ, ജസ്റ്റ് ഇങ്ങനെ വിട്ടാ പോരാ അല്ലെ. ഇത് വലിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇങ്ങനെ വലിക്കണ്ടേ നമ്മള്, റൈറ്റ്? ശരിയല്ലേ? നമ്മളിങ്ങനെ വലിച്ചു വിട്ടാൽ മാത്രമല്ലേ അത് മൂവ് ചെയ്തുള്ളൂ, ശരിയല്ലേ? അപ്പോ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ആ സ്ട്രിങ്ങില്
എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിക്കുന്ന സമയത്ത് എന്താ ചെയ്യണേ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോ വലിച്ചിട്ട് വിടുന്ന സമയത്ത് ആ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? നേരെ കറന്റ് കഴിഞ്ഞിട്ട് മാറിയിട്ടാണ് എന്ത് ചെയ്യണേ? മൂവ് ചെയ്യണം. അപ്പൊ ഞാൻ കുറച്ചേ വലിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊട്ടൻഷ്യൽ മാത്രമേ സ്റ്റോർ ആയിട്ടുള്ളൂ. അപ്പൊ അതിനെ അത് തിരിച്ചു വിടണമെങ്കിൽ എന്താ ചെയ്യാം? അത് കറന്റ് കഴിഞ്ഞിട്ട് മാറും, പക്ഷെ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ സ്പീഡ് കുറവായിരിക്കും. നല്ലോണം വലിച്ചു വിടുകയാണെങ്കിൽ എന്താ ചെയ്യാം? നല്ലോണം വലിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. റിലീസ് ചെയ്യുന്ന സമയത്ത് ആ എനർജി കംപ്ലീറ്റ് എന്തായാലും മാറും? കറന്റ് കഴിഞ്ഞിട്ട് മാറും. അപ്പൊ സ്പീഡ് കൂടുതലായിരിക്കും. കറന്റ് കഴിഞ്ഞ് കൂടുതലായിരിക്കും, അപ്പൊ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോ എവിടെ നിന്നാണ് ആ ആരോയ്ക്ക് കറന്റ് കഴിഞ്ഞ് കിട്ടുന്നത്? വലിക്കുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് കറന്റ് കഴിഞ്ഞിട്ട് മാറുക. സോ അവിടെ എന്താ നടക്കുന്ന കൺവേർഷൻ? പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജി, P ടു കൈനറ്റിക് എനർജി. അതാണ് കൺവേർഷൻ. ഓക്കെ, ക്ലിയർ?